നമസ്കാരം. വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, ഈ PV അൻവർ തന്നെയാണ് ഇന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്, വാർത്താ താരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PV അൻവറിനെ അവഗണിക്കാനും PV അൻവറിനെ കുറിച്ച് ഇനി നടക്കാനിരിക്കുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിലും തുടർന്ന് വരുന്ന ലോക്കൽ സമ്മേളനങ്ങളിലും ഒക്കെ അൻവറിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പാർട്ടി ഇരിക്കുന്നത്. അവഗണിക്കുകയാണ് PV അൻവറിനെ. പക്ഷെ PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ പല മലയാളികളും പറയാൻ ആഗ്രഹിച്ചിരുന്നതാണ്. മലയാളികൾ മാത്രമല്ല, പല സഖാക്കളും പറയാൻ ആഗ്രഹിച്ചിരുന്നതാണ്. ഇന്ന് കണ്ണൂരുള്ള ഒരു ബ്രാഞ്ച് മീറ്റിംഗിൽ, കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയെ തിരുത്താൻ ഒരു അൻവർ വേണ്ടി വന്നു എന്നുള്ളത് നാണക്കേട് എന്ന രീതിയിലേക്ക് ഉള്ള പ്രസ്താവനകൾ അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. ശരിക്കും വളരെ നിസ്സാരവൽക്കരിക്കുകയാണ് അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ. പക്ഷേ അത്ര നിസ്സാരമായി കാണാൻ സാധിക്കില്ല അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം ഇന്നലെ പാർട്ടി പറഞ്ഞിരുന്നത് ഏകദേശം 50-300 ആളുകൾ എത്തിയേക്കും എന്നാണ്. അതിന് മറുപടിയായിട്ട് PV അൻവർ പറഞ്ഞിരുന്നത് ഞാനൊരു 50 കസേര മാത്രമേ അവിടെ ഇടുകയുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ 6:30 തുടങ്ങും എന്ന് പറഞ്ഞ മീറ്റിംഗ് ഏകദേശം 7 മണിയോടുകൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2.5 മണിക്കൂർ സമയം. കാരണം ആളുകൾ റോഡിൽ തിങ്ങി നിറഞ്ഞ് PV അൻവർ പറയുന്നത് കേൾക്കുകയായിരുന്നു. കേരളത്തിലെ എല്ലാ ദൃശ്യ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഇത് ലൈവായിട്ട് സംപ്രേഷണം ചെയ്യുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം കാലിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. PV അൻവർ കേരളത്തിൽ ഒരു വൻ മരമായി വളരുകയാണോ, അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രതിപക്ഷ സ്വരമായി മാറുകയാണോ PV അൻവർ? അല്ല, PV അൻവർ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളുടെ തുടക്കം കുറിച്ചിട്ട് 1 മാസമാവുകയാണ്. ഈ 1 മാസത്തിനിടയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് CPM തയ്യാറാവണം. CPM ആദ്യഘട്ടത്തിലൊക്കെ ഇത് നിസ്സാരവൽക്കരിക്കുകയും അല്ലെങ്കിൽ പാർട്ടി പറഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പോഴേക്ക് അൻവർ പത്തിമടക്കും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ CPMന്റെ എല്ലാ പ്രതീക്ഷകളും മറികടന്നുകൊണ്ട് PV അൻവറിന്റെ ജൈത്രയാത്ര തുടരുന്ന കാഴ്ച കണ്ട് നമ്മൾ ഒരു വേള നമ്മളും കരുതിയിരുന്നു ഈ നിലമ്പൂരിലെ പുലി പൂച്ചയായി മാറിയെന്നും പാർട്ടിയുടെ നിർദ്ദേശങ്ങളും അതുപോലെ പാർട്ടിയുടെ അഭിപ്രായങ്ങളൊക്കെ മുഖവിലക്കെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായെന്നും PV അൻവർ ഇനി മിണ്ടില്ല എന്നൊക്കെ നമുക്ക് തോന്നിയിരുന്നു. PV അൻവർ 2 ദിവസമൊക്കെ മൗനം പാലിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് വരുന്ന PV അൻവർ അതിശക്തനായ PV അൻവറാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും അതുപോലെ തന്നെ ADGP അജിത് കുമാറിനെതിരെയും ആരംഭിച്ച യുദ്ധം എല്ലാ ആളുകൾക്കും വ്യക്തമായതാണ്. PV അൻവർ ആർക്കെതിരെയാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. PV അൻവറിന്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും നമ്മൾ അത് തന്നെ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി ആണ് ഇദ്ദേഹം ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ മന്ത്രി റിയാസിനെയാണ് ഇദ്ദേഹം ലക്ഷ്യമിടുന്നത്. കോഴിക്കോടുള്ള മാമി കേസൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത് റിയാസിനെതിരെയുള്ള ഒരു മൂവ്മെന്റിന്റെ ഭാഗം തന്നെയാണ്. കാരണം കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് ചില പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു റിയൽ എസ്റ്റേറ്റ് മാഫിയ കോഴിക്കോട് ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണം നമ്മൾ ഉന്നയിച്ചല്ല. ഏതാണ്ട് 2 മാസം മുന്നേ തന്നെ ഇത്തരത്തിലുള്ള വലിയൊരു ചർച്ചയ്ക്കൊക്കെ തുടക്കം കുറിച്ചതുമാണ്. പക്ഷെ നമ്മൾ ഇതിൽ കാണേണ്ടത് PV അൻവറിനെ എല്ലാ തരത്തിലും അവഗണിക്കാനും തള്ളാനും തയ്യാറായ CPM കൂടുതൽ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിൽ കാണേണ്ടത്. കാരണം മുഖ്യമന്ത്രിക്കെതിരെ ആദ്യഘട്ടത്തിലൊന്നും PV അൻവർ നേരിട്ട് രംഗത്ത് വന്നിരുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി വലിയൊരു പത്രസമ്മേളനം വിളിച്ചു. 21 ദിവസത്തിന് ശേഷം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലാണ് അൻവർ കള്ളക്കടത്തുകാരുടെ പിടിയാളാണ് എന്നുള്ള രീതിയിലുള്ള ചില സൂചനകൾ നൽകുന്നത്, ദുസ്സൂചനകൾ നൽകുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഇത് PV അൻവറിനെ കൂടുതൽ പ്രകോപിതനാക്കുകയും അൻവർ പിന്നീട് പറഞ്ഞു, ഇന്നലെ അദ്ദേഹം വളരെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കരിപ്പൂർ വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും നേരത്തെ മലപ്പുറത്ത് SP ആയിരുന്ന സുജിത് ദാസും തമ്മിലുണ്ടാക്കിയ വലിയൊരു അന്തർധാരയുടെ ഫലമായിട്ട് വലിയ കള്ളക്കടത്ത്, ഏതാണ്ട് 130ഓളം 150ഓളം കള്ളക്കടത്ത് കേസുകൾ ഉണ്ടായെന്നും ഈ കള്ളക്കടത്ത് കേസിലെല്ലാം പിടിക്കപ്പെട്ട സ്വർണത്തിന്റെ വലിയൊരു പങ്ക് പോലീസ് അടിച്ചു മാറ്റി എന്നുള്ളതാണ് വലിയ ആരോപണമാണ്. കാരണം കസ്റ്റംസിന്റെ സ്കാനിങ്ങിൽ കണ്ടെത്തുന്ന സ്വർണം പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും ഇത് പോലീസിന് പിന്നീട് ഈ സ്വർണം അടിച്ചു മാറ്റാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. ഇന്ന് ഹിന്ദുവിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? അൻവർ ആരോപിക്കുന്നതെല്ലാം തെറ്റാണെന്നും മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന
കള്ളക്കടത്തും അതുപോലെ തന്നെ ഈ വലിയ രീതിയിലുള്ള കുഴൽപ്പണക്കടത്തും ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണെന്നും ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു വലിയ പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, കേവലം മുഖ്യമന്ത്രി മാത്രമല്ല. സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പിന് ഇതിന്റെ ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ട്. കാരണം 8 വർഷക്കാലമായിട്ട് PV അൻവർ ഇടതുപക്ഷ പാളയത്തിലെ വളരെ പ്രധാനപ്പെട്ട MLA ആണ്. നമ്മളിൽ കാണണം, മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പം സൂക്ഷിക്കുകയും അൻവറിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ പിതാവിനെ പോലെ കാണുകയും സ്നേഹിക്കുകയും അടുപ്പം കാണിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് ഈ പിണറായി വിജയൻ എന്ന് നമ്മളിൽ കാണുന്നുണ്ട്. കാരണം ഈ CPM-ന്റെ മന്ത്രിയായിട്ടുള്ള ശ്രീ P. രാജീവ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉദ്യോഗസ്ഥനെതിരെ ആരെങ്കിലുമൊക്കെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹത്തെ മാറ്റാൻ സാധിക്കുമോ എന്ന രീതിയിലുള്ള പ്രസ്താവന മാത്രമല്ല LDF-ന്റെ MLA ആണ്. അതുകൊണ്ട് ആരെങ്കിലും എന്നുള്ള പ്രയോഗം രാജീവിന് തെറ്റി. രാജീവ് ആർക്ക് വേണ്ടിയാണ് ഈ പ്രയോഗം നടത്തുന്നതൊക്കെ ആൾക്കറിയാം. പക്ഷേ ഇതിൽ നമ്മൾ കാണേണ്ടത് ഈ രാജീവ് ആയാലും ശരി, AK ബാലനായാലും ശരി, അതുപോലെ തന്നെയുള്ള CPM-ന്റെ ഏത് നേതാവായാലും ശരി, ചിലപ്പോൾ അവർക്കൊന്നും രക്ഷിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു നമ്മളിൽ കാണേണ്ടത്. ഇപ്പം ഈ PV അൻവർ എന്താണ് പാർട്ടിക്ക് കത്ത് കൊടുത്തു. ഇന്ന് വളരെ വ്യക്തമായി അദ്ദേഹം വീണ്ടും പറഞ്ഞിട്ടുണ്ട്, P. ശശി ഉൾപ്പെടുന്ന വലിയൊരു മാഫിയക്കെതിരെ ഞാൻ കൃത്യമായി തെളിവ് സഹിതം പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ ലൈംഗികാരോപണം ഉണ്ടെന്നുണ്ട്. ലൈംഗിക ചൂഷണം അടക്കമുള്ള വിവിധങ്ങളായ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ഇദ്ദേഹം പാർട്ടിക്ക് കൊടുത്ത കത്തിൽ ഒരു തരത്തിലുമുള്ള അന്വേഷണം ഇല്ലെന്ന് പ്രഖ്യാപിച്ചതോടുകൂടിയാണ് അദ്ദേഹം പാർട്ടിക്കെതിരെ നീങ്ങുന്നത്. അതുവരെ ഞാൻ പാർട്ടിക്കാരനാണെന്നും ഞാൻ ഇപ്പോഴും പാർട്ടിക്കാരനാണെന്ന് ഇന്നലത്തെ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇപ്പോഴും ഞാൻ പാർട്ടിക്കാരനാണ്, ഞാൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളല്ല നടത്തിയത്, മറിച്ച് ഇവിടെ നടക്കുന്ന മാഫിയകൾക്കെതിരെയുള്ള യുദ്ധമാണ് നടത്തിയത്. അതിന് മുഖ്യമന്ത്രി ചുക്കാൻ പിടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രിയും അതിൽ കുറ്റക്കാരനാണെന്ന് പറഞ്ഞത്. ഇത് കൂടാതെ വേറൊരു വലിയൊരു വസ്തുത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ BJP നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവർ PV അൻവറിനെ ഒറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അല്ല, പക്ഷെ PV അൻവർ ചെറിയ തോക്കല്ല എന്ന് അതാണ് പറഞ്ഞത്, ചെറിയ മീനല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അപ്പോഴും പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ടത് കാരണം അറിയോ, ഇദ്ദേഹം ആർക്കെതിരാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്? വെറും പോലീസിനെതിരെ മാത്രമല്ല, കരിപ്പൂർ വിമാനത്താവളത്തിലെ നിരവധി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പോലീസുമായി ചേർന്നുകൊണ്ട് വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തുന്ന പറയുന്നത്. ഈ കഴിഞ്ഞ 2.5 വർഷക്കാലത്തിനിടയിൽ പിടിച്ച സ്വർണങ്ങളുടെ എല്ലാം കൃത്യമായ കണക്കെടുപ്പ് നടത്തണം. ഈ സ്വർണം ഉരുക്കി കൊടുക്കുന്ന തട്ടാൻ നിർമ്മിച്ചിരിക്കുന്ന മണി സൗധങ്ങളുടെ ഡീറ്റെയിൽ എടുക്കണം. എവിടുന്നാണ് ഈ തട്ടാൻ ഇത്രയും പണം ഉണ്ടാക്കിയെന്നുള്ളത് അറിയണം. അദ്ദേഹത്തിന്റെ മകളും മകളുടെ ഭർത്താവും ചേർന്ന് ഗൾഫിൽ എങ്ങനെയാണ് ജ്വല്ലറി നടത്തുന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തണം. ചെറിയ പരിപാടിയല്ല പറയുന്നത്. പണ്ട് നമ്മൾ ഈ സ്വർണം ഉരച്ചു നോക്കുന്ന, അതിന്റെ മാറ്റം വേണ്ടിയിട്ട് ഉരച്ചു നോക്കുന്ന ഒരു പതിവാണ്. അത് നമ്മൾ സാധാരണ തട്ടാന്മാരുടെ അടുത്ത് പോയിട്ടാണ്. അങ്ങനെ ഉരച്ചൊന്നും ഉണ്ടാക്കിയാലും അതുപോലെ 2 സൗധങ്ങൾ പണിയാനോ അല്ലെങ്കിൽ ദുബൈയിൽ ഒരു ജൂവലറി തുടങ്ങാനുള്ള ഒരു ശേഷിയൊന്നും ഈ തട്ടാൻ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ പോലീസുകാരും രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ തന്നെ തട്ടാനും പലതരത്തിലുള്ള ഏജൻസികളും ഒക്കെ ചേർന്നുകൊണ്ട് വലിയൊരു മാഫിയ മലപ്പുറം ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന. പക്ഷേ ഈ ഇന്നലെയൊക്കെ ആയിട്ട് CPM-ന്റെ നേതാക്കന്മാർ പറയുന്നത് എന്താണ്? ഇദ്ദേഹം വർഗീയ ഫാസിസ്റ്റുകളുടെ പിണിയാളായി പ്രവർത്തിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ മൗത്തായി പ്രവർത്തിക്കുകയാണ്. മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് പ്രതിപക്ഷ നേതാക്കന്മാരുടെ മൗത്തായി പ്രവർത്തിക്കുന്നു. ഇപ്പൊ അത് മാറി. മുഖ്യമന്ത്രി ഇപ്പൊ പറയുന്നത് എന്താണ്? ഇദ്ദേഹം വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയണം. കാരണം കഴിഞ്ഞ കുറെ കാലമായി മലപ്പുറം ജില്ലയിലും കോഴിക്കോടും ഒക്കെ ഉള്ള ന്യൂനപക്ഷ വോട്ടുകൾ നേടുന്നതിന് വേണ്ടി ഈ പറയുന്ന CPM മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഒക്കെ ചേർന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ സംശയത്തോടെ വേണം കാണാൻ. അല്ല, ഈ CPM-നെ സംബന്ധിച്ചിട്ടും പിണറായി വിജയനെ സംബന്ധിച്ചിട്ടും അവരുടെ അവസാനത്തെ പൂഴിക്കടകനാണ് ഈ വർഗീയത എന്ന് പറയുന്നത്. അല്ല, വർഗീയത ഇപ്പൊ അദ്ദേഹം വളരെ കൃത്യമായി ഇന്നലെ ചോദിച്ചിട്ടുണ്ട്. എന്റെ പേര് അൻവർ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്തിനാണ് എന്നെ സംശയത്തിന് നിലനിൽക്കുന്നത്? എനിക്ക് മറ്റൊരു പാരമ്പര്യമുള്ളത്, ദേശീയ മുസ്ലിമാണ് ഞാൻ എന്നുള്ളത് തന്നെ മറ്റ് തെളിവുകൾ ആവശ്യമില്ല. കേരളത്തിലെ എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് വിശിഷ്യ മലപ്പുറം ജില്ലയിലെ ആളുകൾക്കൊക്കെ അറിയാം ഞാൻ ആരാണെന്ന്. എൻ്റെ വല്യുപ്പ ആരായിരുന്നു, എൻ്റെ ഉപ്പ ആരായിരുന്നു, ഞാൻ ആരാണ് എന്നുള്ള കാര്യം വ്യക്തമായി ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും പകൽ പോലെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായിട്ടുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് താനെന്നും തൻ്റെ വീട്ടിലെ ജോലിക്കാരായിട്ട് നിൽക്കുന്ന തങ്കമണി ചേച്ചിയാണെന്നും തങ്കമണി ചേച്ചിയൊക്കെ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നതാണ്, അവരിവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ കർത്താവ് ഈശോ മിശിഹാ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നമുക്ക് പോയി കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞ് ആ പ്രസംഗം അവസാനിപ്പിക്കുന്നിടത്ത് അതോടൊപ്പം തന്നെ അദ്ദേഹം പഠിച്ചതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലാണ് എന്ന് പറയുന്നതിലൂടെ ഒക്കെ അദ്ദേഹം ഒരു മതേതര മുഖം
എടുത്തണിയുകയാണോ അദ്ദേഹം ഒരു അല്ല അല്ല മതേതര അല്ല. സ്വഭാവമുള്ള നമ്മള് വ്യക്തിയാണോ എന്നുള്ളത് നമ്മള് ജനം തീരുമാനിക്കും. കാലാകാലമായി ഓരോ ആളുകളെ ഇത്തരത്തിൽ ചാപ്പ കുത്തുന്ന രീതിയുണ്ട്. CPM പ്രത്യേകിച്ചുണ്ട്. CPM എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ 8 വർഷം മുന്നേ അവരുടെ പാളയത്തിൽ കൊണ്ടുവന്നത് നമ്മൾ പഠിക്കണം. ഈ ജി സുധാകരൻ പറഞ്ഞ പോലെ ഇത് പേയ്മെന്റ് സീറ്റാണോ എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഇദ്ദേഹത്തിന് വർഗീയ ശക്തികളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഇവിടെ വലിയ സാർ ഈ പറഞ്ഞ ഒരു കാര്യം, ജി സുധാകരൻ ഉന്നയിച്ച ആരോപണത്തിന് സാധൂകരിക്കത്തക്ക രീതിയിൽ PV അൻവർ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. എന്റെ സ്വത്ത്, പണം എല്ലാം ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ കളഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇതൊന്നും വേണ്ട എന്ന് കരുതി ഞാൻ ദുബായ് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചു. പക്ഷേ ദുബൈയിലും ഇതിന്റെ കുറച്ച് ബാക്കി പത്രങ്ങൾ അവിടെ ഉണ്ടാകുമല്ലോ, എന്നെ ഉപദ്രവിച്ചവരുടെ ബാക്കി വാലുകൾ അവിടെ ഉണ്ടാകുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഫ്രിക്ക തിരഞ്ഞെടുത്തത്. ആഫ്രിക്ക തെരഞ്ഞെടുത്ത് എല്ലാം അവസാനിപ്പിച്ച് ഞാൻ അവിടെ ഇരുന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സഹാവ് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് താങ്കൾ എത്തണം, മത്സരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം നോമിനേഷൻ നൽകി 3 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം നിലമ്പൂരിലെത്തുന്നതും അദ്ദേഹം നോമിനേഷൻ നൽകുന്നതും. അതിനുശേഷവും അവിടെ പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് ഇദ്ദേഹം പിണറായി വിജയനെ വിളിച്ചു പറഞ്ഞപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾ നോക്കട്ടെ എന്ന മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചതെന്നും തുടർന്ന് താങ്കൾക്ക് തന്നെ അവിടെ ജയിക്കാൻ, അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ശക്തിയുണ്ട്, അതുകൊണ്ട് താങ്കൾ തന്നെ കൈകാര്യം ചെയ്തുകൊള്ളൂ എന്നൊക്കെ ആണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ സഹാവും പറഞ്ഞെന്നാണ് പറയുന്നത്. പക്ഷേ ദൈവാനുഗ്രഹത്താൽ ഇവിടെയുള്ള എന്നെ സ്നേഹിക്കുന്ന, PV അൻവറിനെ സ്നേഹിക്കുന്ന കുറെ പട്ടിണി പാവങ്ങൾ സാധാരണക്കാർ വോട്ട് ചെയ്തതുകൊണ്ടാണ് PV അൻവർ വിജയിച്ചത് എന്ന് പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം. അല്ല, അദ്ദേഹം ഈ മലപ്പുറത്തെ CPM ജില്ലാ സെക്രട്ടറി മോഹൻദാസിനെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണം യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ പാർട്ടി ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം എല്ലാ കാലത്തും CPM ഈ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണെന്നും ഈ പലസ്തീനിലെ ബോംബിംഗ് നടന്നപ്പോൾ ഇവിടെ പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കോഴിക്കോട് വലിയ രീതിയിലുള്ള കൺവെൻഷൻ നടത്തുകയും അല്ലെങ്കിൽ ഈ ഏക സിവിൽ കോഡിനെതിരെ വലിയ രീതിയിൽ കൺവെൻഷൻ നടത്തുകയൊക്കെ ചെയ്തൊരു പാർട്ടി യഥാർത്ഥത്തിൽ PV അൻവർ ഇപ്പോൾ വർഗീയവാദിയാണെന്ന് പറയുന്നതിൽ എന്ത് അടിസ്ഥാനമുള്ളതെന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇതിനെ സാറേ, ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് എന്ത് മതം? അല്ല, കമ്മ്യൂണിസ്റ്റുകൾക്കും അതുണ്ട്. കമ്മ്യൂണിസ്റ്റുകൾക്കും അതുണ്ട് എന്ന് മാത്രമല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും ഓരോ സ്ഥലത്തും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ ജാതിയും മതവും വർണ്ണവും ഒക്കെ നോക്കി തന്നെയാണ് എല്ലാ കാലത്തും സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ച് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് അവർ മുസ്ലിം വിഭാഗത്തെ, ന്യൂനപക്ഷ സമുദായം, അതിനുശേഷം ഭൂരിപക്ഷ സമുദായത്തെയും കൂടെ നിർത്തും. ഇതിനപ്പുറത്ത് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമെടുത്തില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവിടെയും പ്രശ്നമായിട്ട് നിൽക്കുന്നത് ജാതി തന്നെയാണെന്നേ. അപ്പൊ ഇതിൽ ഈ പറയുന്ന അവിടുത്തെ ജില്ലാ സെക്രട്ടറിക്കെതിരെ, CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണത്തിലേക്കും അന്വേഷണം നടത്തേണ്ടതുണ്ട്. അവിടെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ കക്കാടംപൊയിലിൽ അൻവറിന്റെ പാർക്കിനെതിരെ കേസെടുത്തിരിക്കുന്നെന്നും പിന്നെ പല സ്ഥലങ്ങളിലും അൻവറിനെതിരെ കേസെടുക്കാൻ വേണ്ടി നീക്കം നടക്കുന്നെന്നും പല രീതിയിൽ കേസെടുത്തുകൊണ്ട് അൻവറിനെ പൂട്ടാൻ വേണ്ടി കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ പാർട്ടിക്കാരോട് ചോദിക്കുന്നത്, എത്രയോ വർഷങ്ങൾക്ക് പിറകിൽ ആണ് പാർട്ടി ഇപ്പോഴും. CPM എല്ലാ കാലത്തും ഇപ്പൊ കൈയും വെട്ടും കാലും വെട്ടും പിന്നെ മറ്റേ ഇത് ചെയ്യുന്നൊക്കെ ഉള്ള മുദ്രാവാക്യം ഞാൻ 40 കൊല്ലം മുന്നേ കേട്ടിട്ടുള്ള മുദ്രാവാക്യമാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ വന്ന മുദ്രാവാക്യം. എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ഭീഷണിയൊക്കെ CPM ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. കാരണം CPM എങ്ങനെയാണ് കേരളത്തിൽ വളർന്നത്? കാരണം ജന്മിമാരും അന്നത്തെ പോലീസും ഒക്കെ ചേർന്ന് കമ്മ്യൂണിസ്റ്റുകളെ അടിച്ചമർത്താനും ജയിലിലടയ്ക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അൻവറിനെതിരെ തുടർച്ചയായ കേസുകൾ എടുക്കുമ്പോൾ ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ജനങ്ങൾ ശരിക്കും മടുത്തിരിക്കുകയാണ്. ചില രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മേലെ ശക്തമായ അതൃപ്തിയുണ്ട്. അത് പാർട്ടി വ്യത്യാസം തന്നെ മന്യേ കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനങ്ങളോട് പൊതുജനത്തിന് മൊത്തത്തിൽ എതിർപ്പാണ്. അതിന് ബദലായിട്ട് ഒരു സംവിധാനം ഇവിടെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഉറപ്പായും അതിനെ പിന്തുണച്ചുകൊണ്ട് ആളുകൾ ഒത്തുകൂടും. ഈ PV അൻവർ ഒരു ദിവസമെങ്കിലും ജയിലറയ്ക്കുള്ളിൽ പോയാൽ തിരിച്ചിറങ്ങുന്ന PV അൻവർ ഇപ്പോഴുള്ള അൻവറിനേക്കാൾ 10 ഇരട്ടി ശക്തിയുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത്രയും വലിയൊരു രാഷ്ട്രീയ വിഡ്ഢിത്തം കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ തയ്യാറാകുമോ എന്ന് നമ്മൾ ആലോചിക്കണം. അല്ല, തയ്യാറാകുമെന്ന് വെച്ചാൽ ഈ സർക്കാരല്ലേ ഇത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കാലങ്ങളായിട്ട് ബുദ്ധികേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളിൽ കാണേണ്ടത് ബുദ്ധികേന്ദ്രങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നെന്നും അതേ സമയത്തിൽ ചില പണാധിപത്യം ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചു വരുന്ന നമ്മളിൽ കാണുന്നുണ്ട്. പണം ആണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്നും മറ്റെല്ലാ ഇസങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രസക്തിയെന്നും ഇസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തത്വശാസ്ത്രം മുറുകെ പിടിച്ചതുകൊണ്ടൊന്നും ആർക്കും ജീവിക്കാൻ പറ്റില്ലെന്നും കൃത്യമായി പണം ഉണ്ടാക്കുക, കിട്ടിയ അവസരങ്ങളിലെല്ലാം പണം ഉണ്ടാക്കി വെച്ചാൽ വരുംകാല തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ആ പണം ഉപയോഗിക്കാമെന്നുള്ളതാണ് നമ്മളിൽ കാണേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന ഈ പാർട്ടിയെ
തിരുത്താൻ അൻവറിനെ പോലെ ആളുകൾ വിചാരിച്ചാൽ നടക്കുമെന്ന് വെച്ചാൽ നടക്കില്ല. ഇപ്പൊ AK ബാലനെ പോലെയുള്ള ആളുകൾ വീണ്ടും രംഗത്തിറങ്ങിയിട്ടുണ്ട്. AK ബാലൻ എന്താണ് അതിബനെതിരെ അതിശക്തമായ ഭാഷയാണ് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ AK ബാലനും EP ജയരാജനും പോലുള്ള ആളുകളൊക്കെ ചേർന്നാണ് ഈ പാർട്ടി ഇന്ന് ഈ ശവമഞ്ചത്തിലാക്കിയത്. അപ്പം വീണ്ടും AK ബാലൻ രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പാർട്ടിയെ യഥാർത്ഥത്തിൽ പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പാർട്ടിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്നതാണ്. സാറേ ഒരു കാര്യം മനസ്സിലാക്കുക. കാരണം EP ജയരാജനും AK ബാലനും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നങ്ങളൊന്നും നടക്കാതെ നിരാശരായിട്ടിരിക്കുന്ന ആളുകളാണ് ഈ പാർട്ടിക്കകത്ത്. AK ബാലൻ പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹം ഇപ്രാവശ്യം LDFിന്റെ കൺവീനർ ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, അതല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആകുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇതൊന്നും നടക്കാത്ത സാഹചര്യത്തിൽ ഇവരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് പിണറായി വിജയനെതിരെയും ഈ പാർട്ടിക്കെതിരെയും ശക്തമായ എതിർപ്പുകളുണ്ട്. ആ എതിർപ്പുകളുടെ ബാക്കിപത്രമായിരുന്നു ഇലക്ഷന്റെ സമയത്ത് ഈ പ്രാവശ്യം CPM ജയിച്ചില്ലെങ്കിൽ വല്ല മരപ്പെട്ടി ചിഹ്നത്തിനും അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടി വരുമെന്നുള്ള ബാലിശമായിട്ടുള്ള ഒരു പ്രസ്താവനയൊക്കെ AK ബാലനെ പോലുള്ള ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു സഖാവിൽ നിന്ന് വന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ ഈ സമയത്ത് PV അൻവറിനെതിരെ AK ബാലൻ രംഗത്ത് വരികയും അനാവശ്യമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നത് കൂടുതൽ പ്രയോജനപ്പെടുന്നത് PV അൻവറിന് തന്നെ ആയിരിക്കും. PV അൻവർ യഥാർത്ഥത്തിൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയേക്കാണ്. ഇപ്പൊ PV അൻവറിന്റെ പിറകിൽ അതിശക്തമായ ആരോ ഉണ്ട് എന്നാണല്ലോ പറഞ്ഞത്. PV അൻവർ പറയുന്നത് ശരിയാണ്, എൻ്റെ പിറകിൽ ഞാൻ പറയുന്നത് സത്യമാണ് എങ്കിൽ വലിയൊരു സംഘം ജനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് അദ്ദേഹം പാർട്ടി രൂപീകരിക്കുമെന്ന് വെച്ചില്ല, അദ്ദേഹം പാർട്ടി ഇപ്പൊ രൂപീകരിക്കില്ല. അദ്ദേഹം മലപ്പുറത്തും കോഴിക്കോടും ഒക്കെയുള്ള പല സ്ഥലങ്ങളിലുള്ള ഈ പൊതുയോഗങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് ട്രെൻഡ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ അദ്ദേഹം വെറും മണ്ടത്തരങ്ങൾ അദ്ദേഹം ഇന്ന് പറഞ്ഞു വെക്കുന്ന വേറൊരു കാര്യമുണ്ട്. കാരണം അദ്ദേഹം ഇന്നലെ പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ ഏകദേശം 1.2 മില്യൺ ആളുകൾ, അതായത് 12 ലക്ഷത്തോളം ആളുകൾ അതിൽ പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ 90% ആളുകളും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ്. കാരണം 9 ലക്ഷം ആളുകളൊക്കെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ 9 ലക്ഷം ആളുകളൊക്കെ അനുകൂലമായ ഒരു നിലപാട് PV അൻവറിന്റെ അടുത്ത് പറയുകയും ഈ 9 ലക്ഷത്തിൽ ഒരു 5 ലക്ഷം പേർ എങ്കിലും, 5 ലക്ഷം പേരൊന്നും വേണ്ട, ഇവിടെ 1000 പേരില്ലാത്ത ആളുകൾ വരെ വലിയ പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരു 5 ലക്ഷം പേരൊക്കെ അണിനിരക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിൽ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാകാൻ പോകുന്നത് PV അൻവർ ആയിരിക്കും. അത് കേരള രാഷ്ട്രീയത്തിലും അത് മറ്റൊരു തരംഗമായി മാറും എന്നുള്ള കാര്യം ഇതിൽ നമ്മൾ കാണേണ്ടത് കേവലം മലപ്പുറത്ത് മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ടൊന്നും ഈ അൻവറിന് CPMനെ വെല്ലുവിളിക്കാൻ പറ്റില്ല. CPMനെ എല്ലാ ദിവസവും ഇദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഈ സംവിധാനങ്ങൾ മൊത്തം പൊളിച്ചെഴുതണമെന്നും, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ തന്നെ മുഖ്യമന്ത്രി വിശ്വസ്തനായ MR അജിത് കുമാറും P ശശിയും ഒക്കെ ചേർന്നുകൊണ്ട് വലിയൊരു കോക്കസ് പ്രവർത്തിക്കുകയാണെന്നും ഈ കോക്കസിന്റെ കണ്ണുകളാണ് പല സ്ഥലങ്ങളിൽ ഇരിക്കുന്ന പോലീസ് ഓഫീസർമാർ എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പ് ഇവിടെ കുത്തഴിഞ്ഞിരിക്കുന്നെന്നും ഒരു കാരണവശാലും ഈ ആഭ്യന്തര വകുപ്പുമായി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം കേരളത്തിൽ സംശാതമായിരിക്കുന്ന കാണുകയുള്ളൂ. ഇത് തന്നെയാണ് CPI പറയുന്നത്. CPI ഈ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണ്. CPIയെ തള്ളുകയാണ് ചെയ്യുന്നത്. ഇന്നും TP രാമകൃഷ്ണൻ, അതായത് LDFന്റെ കൺവീനർ, ഇന്ന് നടത്തിയ പ്രസ്താവനയിൽ CPIയുടെ ആവശ്യം പരിഗണിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, MR അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം വേണമെന്നാണ് CPI ആവശ്യപ്പെടുന്നത്. പക്ഷേ CPIയുടെ ആവശ്യം പരിഗണിക്കാവുന്നതല്ല എന്നും അത്തരത്തിലുള്ള ആവശ്യത്തിന് പ്രസക്തിയില്ല എന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രശ്നം? ഒരു പോലീസ് ഓഫീസർക്കെതിരെ ഈ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി, അവരുടെയും മന്ത്രിമാരുടെയും മന്ത്രിസഭയിൽ ഇവർ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം, നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് വളരെ ശക്തമായ ഭാഷയിൽ പറയുമ്പോൾ എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് അർത്ഥം. എവിടെയോ വെച്ചിട്ട് ഇവർക്ക് തമ്മിൽ എന്തോ ഒരു ലോക്ക് ആയിപ്പെട്ടിട്ടുണ്ട്. MR അജിത് കുമാറിനെ ഒരു തരത്തിലും തള്ളിപ്പറയാൻ പറ്റാത്ത രീതിയിൽ പി ശശി അവരുടെ പാർട്ടിയിലാണ്, പാർട്ടി തീരുമാനിച്ചത്, പാർട്ടി തീരുമാനപ്രകാരമാണല്ലോ ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വീണ്ടും എത്തിച്ചിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടും CPI അൻവറിനെ നമുക്ക് മാറ്റി നിർത്താം. CPIയുടെ ആവശ്യം എന്തുകൊണ്ട് ഇവർ പരിഗണിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വലിയ രീതിയിൽ യഥാർത്ഥത്തിൽ LDF തകർന്നു തന്നെ വേണം പറയണമെങ്കിൽ. ഒട്ടും രാഷ്ട്രീയ ധാർമ്മികത കാത്തു സൂക്ഷിക്കാത്തൊരു പാർട്ടിയാണ് CPM എന്നുള്ളത് കൊണ്ടാണ് ഘടകകക്ഷികൾ പറയുന്നത് പോലും അംഗീകരിക്കാൻ തയ്യാറത്. യഥാർത്ഥത്തിൽ LDF കൺവീനർ എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു LDFന്റെയും ഘടകകക്ഷികൾ തമ്മിൽ ഒരു യോജിപ്പില്ലാത്ത അവസ്ഥയിൽ അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആവശ്യം പരിഗണിക്കാൻ പറ്റാത്ത രീതിയിൽ മാറിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ തൃശ്ശൂരിലെ പൂരങ്കലക്കലുമായി ബന്ധപ്പെട്ട് സുനിൽകുമാർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ മറുപടി പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉന്നതരായ പോലീസ് ഓഫീസറുടെ കയ്യിൽ എന്തോ വലിയ ബോംബുണ്ടെന്ന
വലിയ ബോംബ് എന്തോ പൊട്ടാനുണ്ടെന്നുള്ളതാണ്. എം ആർ അജിത് കുമാറിനെയാണ് ഇപ്പം യഥാർത്ഥത്തിൽ പിണറായിയും അതുപോലെ തന്നെ CPM ഭയക്കുന്നുണ്ടെങ്കിൽ ഇതെന്തോ വലിയ ഡേഞ്ചർ സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളിൽ കാണേണ്ടതുണ്ട്. ഇത് ഈ സാബു പറഞ്ഞ പോലത്തെയുള്ള ബോംബൊന്നല്ല, ഇത് വലിയ എന്തോ വലിയ അണുബോംബാണ്. ഈ അണുബോംബിൽ യഥാർത്ഥത്തിൽ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിയാൽ അദ്ദേഹം ആ ബോംബ് പൊട്ടിക്കുകയാണെങ്കിൽ CPM പൂർണ്ണമായി ഇല്ലാതായി പോകും. അതുപോലെ തന്നെ ഈ ഭരണം പോലും ചിലപ്പോൾ താഴെ പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും നമ്മളിൽ കാണേണ്ടതുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തെയാണ് ഇവർ ഡിഫെൻഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ അൻവർ അല്ല, ഇനി എല്ലാ ആളുകളും വന്ന് ഇപ്പൊ ഗോവിന്ദ മാഷ് തന്നെ വന്നിട്ട് എം ആർ അജിത് കുമാറിനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്വാധിക്കാത്ത അല്ലെങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് പരിഗണിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തോ വലിയ കെണിയിൽപ്പെട്ടിട്ടുണ്ട് നമ്മളിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് മുതലക്കുളം മൈതാനത്ത് വെച്ചിട്ട് നടക്കുന്ന ഈ വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വെച്ചിട്ട് വീണ്ടും അൻവർ മാമി കേസ് അടക്കമുള്ള കോഴിക്കോടുള്ള വിവിധ വിഷയങ്ങൾ പൊട്ടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഓരോ തരത്തിലും ഈ ഇദ്ദേഹം നടത്തുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ടാണ് അൻവർ വർഗീയ ശക്തികളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു പറയുന്നത്. ഇത് ഒരു തരം ചാപ്പകുത്തലാണ്, അല്ലെങ്കിൽ ഒരു പുഴിക്കടകനാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് മാത്രം അൻവറിനെ തകർക്കാൻ പറ്റില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ പേര് അൻവർ ആയതുകൊണ്ട് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെയെങ്കിൽ മുഹമ്മദ് റിയാസിനെയും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. തീർച്ചയായിട്ടും അൻവറിനെ CPM സംശയിക്കുന്നുണ്ടെങ്കിൽ ഇവരെന്തുകൊണ്ട് മുഹമ്മദ് റിയാസിനെ സംശയിക്കുന്നില്ല? 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് വേറൊരാളുടെ കൂടെ വരുന്നുണ്ട്, KT ജലീലിനെ സംശയിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ മന്ത്രിസഭയിൽ തന്നെ അംഗമായിരിക്കുന്ന അബ്ദുറഹ്മാനി ഇവർ പിന്നീട് തള്ളിപ്പറയും, ഇവരുടെ കൊടുക്കുന്ന PT റഹീമിനെ തള്ളിപ്പറയും. അപ്പൊ ഈ പറയുന്ന മുസ്ലിം നാമധാരികളെ എല്ലാം തള്ളിപ്പറയും എന്ന് പറയുമ്പോൾ വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ഈ പാർട്ടിയും ഈ മുഖ്യമന്ത്രിയും ഒക്കെ വലിയ ഡേഞ്ചർ സിറ്റുവേഷൻ. ഇന്നിപ്പം ഹിന്ദുവിന് കൊടുത്ത ചോദിക്കുന്നുണ്ട്, താങ്കൾ ഇനിയും മത്സരരംഗത്തുണ്ടാവുമോ, താങ്കൾ ഇനിയും മുഖ്യമന്ത്രിയായിട്ട് ഉണ്ടാവും, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവും എന്ന് പറഞ്ഞ പാർട്ടി പറഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവും എന്നുള്ള മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും കാണേണ്ടത് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ തുടരാനുള്ള ശ്രമങ്ങൾ തുടരും തന്നെയാണ് അർത്ഥം. അല്ലെങ്കിൽ 2 ടേം എന്നുള്ളത് ചിലപ്പോൾ ഇളവ് കൊടുക്കും. എന്തിന്? ഇത്തരത്തിലുള്ള ആരോപണങ്ങളും വലിയ തരത്തിലുള്ള പ്രതിസന്ധിയെയും മറികടക്കാൻ അദ്ദേഹത്തിന് അധികാരത്തിൽ ഇരുന്നേ പറ്റുകയുള്ളൂ. അധികാരത്തിൽ നിന്നാണ് അദ്ദേഹം ഒഴിയുന്നത്, അന്ന് അദ്ദേഹം ട്രാപ്പിലാക്കപ്പെടും എന്നുള്ളത് കൃത്യമായി പാർട്ടി ഇന്ന് കാണിക്കുന്ന സ്നേഹവും ഔദാര്യമൊന്നും അദ്ദേഹം അധികാര കസേരയിൽ നിന്ന് വിട്ടൊഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയേക്കില്ല എന്നുള്ളത് കൃത്യമായി തിരിച്ചറിയുന്ന നേതാവാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഞാൻ ഇനിയും ചിലപ്പോൾ മത്സരരംഗത്ത് ഉണ്ടാവും എന്ന് പറയുന്നത്. ഇത് കേരളത്തിലെ യഥാർത്ഥ ജനങ്ങളുടെ വെല്ലുവിളിയാണെന്ന്. ഇത്രയൊക്കെ വിഷയങ്ങൾ ഉണ്ടായത് എനിക്കിതൊന്നും വിഷയമല്ലെന്നും ഞാൻ ജനങ്ങളുടെ ദാസനാണെന്നൊക്കെ പറയുമ്പോഴും ഞാൻ ദാസനല്ല, ഞാൻ ശരിക്കും വിജയൻ തന്നെയാണെന്ന് പറയാനും ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് അവസാനിക്കാൻ പോകുന്നതിന്റെ ആളിക്കത്തലാണ് നമ്മൾ ഇതിൽ കാണേണ്ടത്. ഏതൊക്കെ PV അൻവർ കേരളത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ചില ആരോപണങ്ങൾ, ചില പ്രശ്നങ്ങൾ, അതൊക്കെ കേരളം വളരെ ഗൗരവമായി തന്നെയാണ് ചർച്ച ചെയ്യുന്നതാണ് മനസ്സിലാക്കാനായിട്ട്. ഏതൊക്കെയാലും വരും ദിവസങ്ങൾ പിണറായി വിജയന് ഉറക്കമില്ലാത്തതായിരിക്കും ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.